മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മഴുവഞ്ചേരി എന്ന വാക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ പ്രവർത്തന കേന്ദ്രം. അവിടെ പിതൃകർമ്മം നടന്നതിനെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. ശരിക്കും 2-ാം തീയതി, 3, 4 തീയതികളിൽ വളരെ ഗംഭീരമായിട്ടുള്ള അനുഭവ പരമ്പരകളുണ്ടായി. ധാരാളം വ്യക്തികൾ, 10, 8,000, 9,000-ഓളം വ്യക്തികൾ പിതൃകർമ്മത്തിന് വന്നിരുന്നു. അടിപൊളിയായിരുന്നു. IG-മാര്, പോലീസ് IG-മാര്, DYSP-മാര്, സൂപ്രണ്ട് ഓഫ് പോലീസുമാര്, MLA-മാര്, വലിയ വലിയ കമ്പനിയിലെ മാനേജിംഗ് ഡയറക്ടേഴ്സ്, ഇതുകൂടാതെ സിനിമ പ്രൊഡ്യൂസേഴ്സ്, ഫിലിം സ്റ്റാർ, അങ്ങനെയുള്ളവരെല്ലാവരും പിതൃകർമ്മത്തിന് വന്നിരുന്നു. എല്ലാവരും, ആരുടെയും അടുത്തേക്ക് ആരും പോയിട്ടില്ല, സ്വീകരിക്കാനൊന്നും നിന്നില്ല. ഭംഗിയായിട്ട് ഈ 8,000, 9,000 പേരുടെ കൂട്ടത്തിൽ അവർ പിതൃകർമ്മം നടത്തി. അത് കഴിഞ്ഞിട്ട് അവർ പോവുകയും ചെയ്തു. ഒരു IG-യെയും ഒരു DIG-യെയും ഒരാളെയും നമ്മൾ പരിധിക്കപ്പുറം താക്കില്ല. അവർ വന്നു, അവര് ടോക്കൺ എടുത്തു, അവരിരുന്നു, പൂവും ചോറും കൊണ്ടിരുന്നു. എല്ലാവർക്കും കൊടുക്കുന്ന ഉപദേശങ്ങൾ കൊടുത്തു. അവരുള്ളത് കൊണ്ട് കുറച്ച് നീട്ടി ഈ പിതൃകർമ്മം നടത്തുകയോ അവർക്ക് വേഗം പോകേണ്ടത് കൊണ്ട് കട്ട്ഷോട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. എല്ലാവരുടെയും കൂട്ടത്തിൽ അവരിരുന്നു. അങ്ങനെ ആ പിതൃകർമ്മമൊക്കെ കഴിഞ്ഞ് ഒരു 11 മണിക്ക് എല്ലാവരും പോയി. 11 തൊട്ട് 1 മണി വരെ അതിഗംഭീരമായിട്ട് 10-600 പേര് വേദം വായിക്കാൻ പഠിപ്പിച്ചു. അത് ഞാൻ വിവരിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ഹിന്ദു ധർമ്മത്തിലെ ചടങ്ങുകളും ആചാരങ്ങളും ഏറ്റവും മുകളിലുള്ള IAS-ഉം IPS-ഉം ഉള്ളവര്, നല്ല രീതിയിൽ ജനപ്രതിനിധികൾ, നല്ല തിളങ്ങി വിളങ്ങുന്ന വെള്ളിത്തിരയിലെ ഏറ്റവും ഉന്നതന്മാരെല്ലാം വന്ന് ആ കർമ്മം ചെയ്യാൻ ഇരുന്നതിൻ്റെ അനുഭൂതി, അത് അർത്ഥം പറഞ്ഞു കൊടുത്ത് ചെയ്തതിൻ്റെ അനുഭൂതി എനിക്കും. ആ അനുഭൂതി എല്ലാം ഞങ്ങളെല്ലാവരും പങ്കുവച്ചു. അവിടെ ഈ ബാഡ്ജ് വെച്ചിട്ട് അല്ലെങ്കിൽ ബാനറിട്ട് അങ്ങനെയൊന്നും ആരുമില്ല. എല്ലാവരും ന രാജ്യം ന രാജാസീത് ന ദണ്ഡ്യോ ന ച ദണ്ഡിനഹ എന്ന് പണ്ട് ഞാൻ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന് രാജാവില്ല, രാജ്യത്തിന് അതിർത്തികളില്ല. ധർമ്മേണ ഇവ പ്രജാ സർവേ രക്ഷന്തി സ്മ പരസ്പരം. ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ നടന്നു. അടുത്ത ദിവസം മഴുവഞ്ചേരിയിൽ നിന്ന് ആ പ്രദേശത്ത് കുറെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ ഈ സ്ഥാപനത്തിൽ വന്നു. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണാൻ. ഒരു സുപ്രഭാതത്തിൽ കർക്കിടക വാവിന് രാവിലെ 2:30 മുതൽക്ക് 5 കിലോമീറ്റർ ട്രാഫിക് ജാം, 2 മുതൽക്ക് 7-8 വാൻ പോലീസ് ഈ ട്രാഫിക് നിയന്ത്രിക്കാൻ. എല്ലാ വണ്ടികളും വഴി മാറ്റി വഴിതിരിച്ചു വിട്ടു. തൃശ്ശൂരിലേക്ക് വരേണ്ടതും തൃശ്ശൂരിലേക്ക് പോകേണ്ടതും എല്ലാം. ഇപ്പൊ ഇവർക്കൊരു അത്ഭുതം, ഒരു വിധത്തിലെ ആഡംബരമോ ട്യൂബ്ലൈറ്റുകളോ ഡെക്കറേഷനോ ഇല്ലാതെ ഇത്രയും അധികം ആൾക്കാർ കറക്റ്റ് 4:15 നടന്ന ആദ്യത്തെ ബാച്ച് പിതൃകർമ്മത്തിന് 2:30 മണിക്ക് 3 മണിക്ക് ക്യൂവിന് നിന്ന് അവര് 10,900 പേര് ആദ്യത്തെ ബാച്ചിനിരുന്നു. 4:15 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 4:15. ഇതെങ്ങനെയാ സാധിച്ചത് എന്ന് ആ നാട്ടുകാര് അടുത്ത ദിവസവും പിന്നത്തെ ദിവസവും വന്ന്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും, ഹനീഫ എന്ന് പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടറും മറ്റു പോലീസുകാരൊക്കെ വന്നിരുന്നു. ഇതെങ്ങനെയാ സാധിച്ചത് അവർ പറയുകയും ചെയ്തു. മറ്റെല്ലാ സ്ഥലത്തും പൂരം നടക്കുമ്പോൾ വെള്ളോടിയും കുറെ അധികം ഭക്തിയുടെ ആന, വെടിക്കെട്ട്, ഇതൊക്കെയാണ്. മഴുവഞ്ചേരി പൂരം എന്ന് പറയുന്നത് 10,000-ഓളം പേര് വന്ന് ശാന്തമായിട്ട് പിതൃകർമ്മം നടത്തുന്ന മഴുവഞ്ചേരി പൂരം, അതാണ് ശരിക്കും പൂരം ഹനീഫ പറഞ്ഞത്. സർക്കിൾ ഇൻസ്പെക്ടറുടെ വരിയാണ് മാതൃഭൂമിയിലും മനോരമയിലും വന്നതൊക്കെ. അപ്പൊ ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരും വന്ന് ഈ മഴുവഞ്ചേരി എന്ന പ്രദേശത്തെ ഇത്രയും അധികം ഫേമസ് ആക്കിയ ഒരു ക്ഷേത്രവും ഒരു കർമ്മ പദ്ധതിയും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾ എന്നും ഇവിടെ വരാൻ തയ്യാറാണ്. കുറേ ക്രിസ്ത്യാനികൾ, എറണല്ലൂർ പള്ളിയിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു, തൊട്ടപ്പുറത്തുള്ള മസ്ജിദിൽ നിന്ന് ആൾക്കാരുണ്ടായിരുന്നു. എന്നും ഈ സ്ഥാപനവുമായിട്ട് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. അവരും ചിലപ്പോൾ ഇവിടെ വന്നിട്ട് ഇരിക്കാറുണ്ട്, ധ്യാനിക്കാനൊക്കെ ഇരിക്കാറുണ്ട്. അമ്പലത്തിൽ വന്നിട്ട് ധാരാളം പേര് ഇപ്രാവശ്യം പിതൃകർമ്മത്തിന് വന്നിരുന്നു. കാരണം അവരുടെ പേര് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാവും. നമ്മൾ എറണാകുളത്ത് പോയില്ല, അത്രയും പേര് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ വന്നിരുന്നു. നമ്മുടെ ധർമ്മം സത്യത്തിന്റെ രീതിയിൽ സയന്റിഫിക് ആയിട്ട് ലോജിക്കലായിട്ട് പറഞ്ഞു കൊടുത്താൽ ആരാ സ്വീകരിക്കാതിരിക്കുന്നത്? എല്ലാവരും സ്വീകരിക്കും. ഈ മഴുവഞ്ചേരി പൂരം എന്ന വാക്ക്
അതിന് അടുത്ത വർഷം ഞങ്ങളൊരു 12,000 പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ തന്നെയാണ് പിതൃകർമ്മം നടത്തിച്ചത്. സന്തോഷമുണ്ട്. അത് വലിയ അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞതല്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെയാണ് 12 മണി വരെ കർമ്മം ചെയ്തത്. അതിൽ കിട്ടിയ ആത്മസംതൃപ്തി. ഭക്ഷണം കഴിച്ചിരുന്നു എങ്കിൽ 12 മണിയാവുമ്പോൾ വിശക്കും. പക്ഷെ കഴിക്കാതെ ഇതെല്ലാം ചെയ്യാം. വേദ പഠനം കൂടി കഴിഞ്ഞിട്ടേ കഴിച്ചുള്ളൂ. ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണം, നമ്മുടെ പൈതൃകത്തിലെ ഓരോ ചടങ്ങുകളുടെയും അർത്ഥസന്ദേശങ്ങൾ പഠിക്കുക. അതിൻ്റെ ആചാരം മാത്രം പഠിച്ചാൽ പോരാ, അനുഷ്ഠാനം മാത്രം പഠിച്ചാൽ പോരാ, അന്ധമായിട്ട് ഇത് ഫോളോ ചെയ്താൽ പോരാ. ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ നമ്മളുടെ പൂർവികർ പറഞ്ഞിട്ടില്ല. ചോദ്യം ചെയ്ത് വിശ്വസിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആശിക്ഷായൈ പ്രശ്നിനം ഉപശിക്ഷായൈ ഉപപ്രശ്നിനം. ഈ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ചോദിക്കുക. ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ച് ചെറിയ ചെറിയ ഉത്തരങ്ങൾ നേടി മുമ്പോട്ട് പോവാം. ശിക്ഷാ സഖിഭ്യ ഹവിഷിസ്വധാവ സ്വയം യജസ്വധന്വം മൃദാന. സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായിട്ട് നല്ല രീതിയിൽ അറിവ് നേടിക്കൊണ്ട് അറിവ് കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം. നിരന്തരം പഠിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും വഴികളിൽ നിന്ന് വ്യതിചലിക്കരുത്. സത്യം വദ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമദ സത്യാൻ ന പ്രമതിതവ്യം. സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. ധർമാൻ ന പ്രമതിതവ്യം. ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. കുശലാൻ ന പ്രമതിതവ്യം. സന്തോഷകരമായി ജീവിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത്. ഈ വ്യതിചലിക്കാത്ത ധന്യമായിട്ടുള്ളൊരു ജീവിതം, അത് മഴുവഞ്ചേരിയിൽ ഒരു രാജാവും ഒരാളും ഇല്ലാത്തപ്പോൾ ഇത്രയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, കളക്ടർമാരെ, സിനിമാ പ്രൊഡ്യൂസേഴ്സ് ഒരാൾക്കും പ്രത്യേക ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാതെ എല്ലാവരെയും പോലെ വന്നു, എല്ലാവരെയും പോലെ പിതൃകർമ്മം നടത്തി, എല്ലാവരെയും പോലെ അവിടെയുള്ള ഉപ്പുമാവ് കഴിച്ചു, എല്ലാവരെയും പോലെ കുറെ പുസ്തകങ്ങൾ വാങ്ങിച്ച് തൊഴുത് മൃത്യുഞ്ജയ ഹോമവും തിലഹോമവും നടത്തി എല്ലാവരെയും പോലെ ക്യൂവിൽ നിന്ന് അവർ പോവുകയും ചെയ്തു. ഞാൻ ഈ രണ്ടാമത്തെ ഇതിൻ്റെ ഭാഗികമായിട്ട് ഞാൻ 3-ാം തീയതി തന്നെ റിപ്പീറ്റ് പറഞ്ഞതാണ്. അതിൻ്റെ ഭാഗികമായിട്ടുള്ളത് കൂടിയാണ്. അതിൻ്റെ കാരണം കൂടിയുണ്ട്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തകർ തരുന്ന സപ്പോർട്ട്, ഈ യൂട്യൂബിലൂടെ കേൾക്കുന്നവർ അവർ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പ്രചരിപ്പിക്കുന്നത്, അവരാണ് ഈ വിജയത്തിന് പുറകിൽ പ്രവർത്തിച്ചവർ. അതുകൊണ്ട് അവരോട് പറയണ്ടേ, ഇഷ്ടമില്ലാത്തവർ പകുതി കേൾക്കുമ്പോൾ തന്നെ കട്ട് ഓഫ് ചെയ്യുക എന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കും. ഇതെന്നല്ല ഏതാണെങ്കിലും. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി പ്രവർത്തിച്ച 15 വർഷത്തെ ചരിത്രത്തിൽ പ്രവർത്തിച്ച് ഒരു സർട്ടിഫിക്കറ്റും ഒരു അവാർഡും ഒരു പൊന്നാടയും വാങ്ങിക്കാതെ അണിയറയ്ക്ക് പുറകിലിരുന്നുകൊണ്ട്, കർട്ടന്റെ പുറകിലിരുന്നുകൊണ്ട് പ്രവർത്തിച്ചവരുടെ പ്രയത്നത്തിന്റെ ഫലമാണ് ഇന്ന് കേരളത്തെ ആടിമുടി മാറ്റാൻ സാധിക്കുന്ന വിധത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ റീഡിഫൈൻ ചെയ്തത്. ഈ 9,000-10,000 പേര് പിതൃകർമ്മം നടത്തിയപ്പോഴും അവരോട് പാൻഡൂരി മുണ്ടുടുക്കാൻ പറഞ്ഞില്ല, കുളിച്ചു വരാൻ പറഞ്ഞില്ല, ചുരിദാർ ഉടുക്കരുതെന്ന് പറഞ്ഞില്ല. നമ്മൾ ഒരു നിബന്ധനയും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണോ അതേപോലെ ചെയ്യാം. പോലീസ് യൂണിഫോമിൽ പിതൃകർമ്മം നടത്തിയവരുണ്ട്. നമ്മൾ വേണ്ട പറഞ്ഞില്ല. നിങ്ങൾക്കതിൽ കുഴപ്പമില്ലെന്ന് തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് വേണോ അത് ചെയ്യാം. നിങ്ങളുടെ മനസ്സിലെ സന്തോഷമാണ് ഈ ആചാരങ്ങളുടെ പുറകിലുള്ള എല്ലാ ലക്ഷ്യവും മാർഗവും. മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്ക് ഇത് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡറി. അവർ പുനർജന്മം എടുത്തിട്ടുണ്ടോ എന്നുള്ളത് സെക്കൻഡറി. അവർക്ക് ഒരു ചെറിയ ഉണ്ട ചോറ് കൊടുത്തു കഴിഞ്ഞാൽ 365 ദിവസത്തേക്ക് അത് മതിയോ, അതും സെക്കൻഡറി. ഈ ചോറ് അവരെടുക്കുന്നില്ലല്ലോ, അപ്പൊ പിന്നെ അത് കൊടുത്താൽ മതിയോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഒരു ഉത്തരേ ഉള്ളൂ. മഹാത്മാഗാന്ധി ഒക്ടോബർ 2-ാം തീയതി ജനിച്ചു, കുറേ കാലം ജീവിച്ചു, മരിച്ചു. ആ ഒക്ടോബർ 2-ാം തീയതി ഇന്ന് നമ്മൾ ഹോളിഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എന്തിന്? മഹാത്മാഗാന്ധിയുടെ സന്ദേശം ജീവിതത്തിൽ പകർത്താൻ യോഗ്യതയുള്ളതാണെങ്കിൽ പകർത്താൻ. എല്ലാത്തിനും ഒരു ദിവസമുണ്ട്. ഓസോൺ ഡേ ഉണ്ട്, ഫാദേഴ്സ് ഡേ ഉണ്ട്, മദേഴ്സ് ഡേ ഉണ്ട്, ടീച്ചേഴ്സ് ഡേ ഉണ്ട്, അതുപോലെ ചിൽഡ്രൻസ് ഡേ ഉണ്ട്. അതേപോലെ ഫോർ ഫാദേഴ്സ് ഡേ കേരളത്തില്, ഭാരതത്തില് ഫോർ ഫാദേഴ്സ് ഡേ ആണ് കർക്കിടകത്തിലെ കർത്തവാവ്. ഫോർ ഫാദേഴ്സ് ഡേ ആണ് കർക്കിടകത്തിലെ പിതൃദിനം എന്ന് വേണമെങ്കിൽ പറയാം. അത് മാറിക്കൊണ്ടിരിക്കും. ബാക്കിയുള്ളതൊക്കെ ഫിക്സഡ് ഡേറ്റ് ആണ്. ഇത് കർക്കിടകത്തിൽ എന്നാണോ കർത്തവാവ് വരുന്നത് അത് ഫോർ ഫാദേഴ്സ് ഡേ ആയിട്ട് നമ്മുടെ നന്ദി നമ്മുടെ പൂർവികർക്ക് അറിയിക്കാനുള്ള ദിവസമാക്കി മാറ്റാൻ
ശരിക്കും ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അത് സ്വീകരിക്കാൻ ഡോക്ടർമാരും എഞ്ചിനീയർമാരും നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും IAS കാരും IPS കാരും സമുന്നത നേതാക്കന്മാർ ക്യൂവിൽ നിന്ന് ടോക്കൺ എടുത്ത് ആ പ്രവൃത്തി ചെയ്യാൻ വന്നു എന്നുള്ളത് ഓർമ്മിക്കുക. പ്രണാമം, നമസ്കാരം.